ഞങ്ങളിതുമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, നല്ല സമയത്തിനായ പശ്ചാത്തലവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി MAG ഹോസ്പിറ്റൽ വൈസ് മൂലമായി നമ്മുടെ മക്കൾക്കാകെ ക്ഷമിക്കവും ഒരു ആലോചന കൊടുക്കവും എല്ലാവരും ദേവസമിതിയുടെ നൃത്തവും കത്ര ബലനും കൃപയും അടിനീ തന്നതുക്കാകെ സ്തോത്രം. ഇപ്പോഴൊരു അധികാല നേരത്തിൽ നീ കുത്താവി കഴിഞ്ഞ രാത്രിയെല്ലാം പാതുകാത്ത് ബലപ്പെടുത്തി ഒരാപത്തുമില്ലാതെ നൃത്തമില്ലാതെ കാത്തു സൂക്ഷിച്ചു. നല്ലൊരു പകൽക്കാലം ഞങ്ങൾക്ക് കാണുവാൻ, ഒരു അതിരാവിലെ സമയത്തിൻ്റെ സന്നിധി കടന്നു വരുവാൻ, കുഞ്ഞുങ്ങളെല്ലാവരും ഇതിൻ്റെ പാതപടിയിൽ കൊണ്ടുവയ്ക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആലോചന കൊടുക്കുവാൻ അടിയനെ നീ ശക്തീകരിച്ചല്ലോ, ബലം തന്നല്ലോ. ഇങ്ങനൊരു പുതിയ ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ ദൈവം ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നല്ലോ. അനേകർക്ക് ലഭിക്കാത്തൊരു ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. കർത്താവെ, കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്കുള്ളിലുമായിരുന്നു ഇന്ന് കർത്താവിനോടുകൂടെ ജപിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നിരത്തൃപാദത്തിൽ കൊണ്ടുവയ്ക്കുകയാണ്. കണ്ണുനീരോട് കർത്താവെ, കഷ്ടത്തോട്, വ്യാകുലത്തോട്, ഏതെല്ലാം പ്രയാസത്തിൻ്റെ മുന്നിൽ, ഏതെല്ലാം വിഷയത്തിൻ്റെ മുന്നിൽ കുഞ്ഞുങ്ങൾ തകർന്ന് നുറുങ്ങി തരിപ്പണമായി കിടക്കുന്നോ അവരെല്ലാം നിൻ്റെ പാദത്തിൽ ഞാൻ കൊണ്ടുവരുന്ന പച്ച. ഏത് വിഷയങ്ങളാണ് അവരെ ഒത്തിരി വിഷമിപ്പിക്കുന്നത്, ഒത്തിരി വേദനിപ്പിക്കുന്നത്, വിശ്വാസം തളർന്നു പോകുവാൻ തക്കവണ്ണം, വിശ്വാസ പടക് തകരുവാൻ തക്കവണ്ണം, ചുക്കാൻ മുറിയത്തക്ക നിലമയിൽ, നങ്കൂരം മുറിയത്തക്ക നിലമയിൽ ഏത് വിധത്തിലുള്ള ഈ സ്ഥാനം മൂലം കൊടുങ്കാറ്റുകൾ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായി ആഞ്ഞടിക്കുന്നോ അതിൻ്റെ മധ്യയുടെ പ്രാർത്ഥന ഒരു ബലമായി ഇറങ്ങട്ടും, ഒരു ഊൻറുകോലായി ഇറങ്ങട്ടും, ഒരു മഹിമയായി ഇറങ്ങട്ടും, ഒരു വിടുതലിൻ കർത്താവ് ഒരു ആയുധമായി ഈ പ്രാർത്ഥനയുടെ കുഞ്ഞുങ്ങളുടെ മേൽ പോയി ചേരട്ടെ പച്ച, അവരുടെ ഭവനത്തിൽ പോയി ചേരട്ടെ പച്ച. ഇന്ന് പകൽക്കാലം മുഴുവനും നിന്റെ കാവല്, നിന്റെ സൂക്ഷിപ്പ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കണമേ. ഒരനർത്ഥവും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വരുവാൻ സമ്മതിക്കരുത്, ഒരാപത്ത് വരുവാൻ സമ്മതിക്കരുത്. പകൽക്കാലം മുഴുവനും ജോലിയിൽ പോകുമ്പോൾ, യാത്രയിൽ പോകുമ്പോൾ, പഠിക്കാൻ പോകുമ്പോൾ, എവിടെ പോകുന്നു, ഏത് വിഷയത്തിന് പോകുന്നു, സുവിശേഷ വേലയ്ക്ക് പോകുന്നു, എവിടെ പോയാലും കർത്താവേ നിന്റെ കരം കൂടെ ഇരിക്കണമേ, നിന്റെ കാവലും സൂക്ഷിപ്പിരിക്കണമേ. ഒരനർത്ഥവും നിന്റെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുവാൻ, ഒരുത്തരും കൈവിട്ടു പോകുവാൻ, തകരുവാൻ ദൈവമേ നീ സമ്മതിക്കരുത്. നിന്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുക. എല്ലാവരും തൃപ്പാദത്തിൽ കൊണ്ടുവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ബലത്തകരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. അടിനെയും ബലപ്പെടുത്തിക്കാട്ട്. ചെറുതിൽ അനേക ബലഹീനങ്ങൾ, ക്ഷീണങ്ങളുണ്ട്. ആണെങ്കിലും കർത്താവ് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ശക്തി ബലം തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നവൻ കാര്യം ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഈ അതിരാവിലെ സമയത്ത് ഒരു പ്രാവശ്യം കൂടി MAG ഹോസ്പിറ്റൽ വൈസ് മൂലമായി നിങ്ങളോട് ചേർന്ന് അല്പസമയം പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ കരത്തിൽ കൊണ്ട് കൊടുക്കുവാൻ, നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുവാൻ ദൈവം അടിയന് ശക്തിയും ബലനും ജീവനും തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ദേശത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും ഈ പ്രാർത്ഥന ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ച്, ഒരു മാറ്റം എൻ്റെ ദൈവം തരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 1-2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1235 നാളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. 1235 നാളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കൊരു വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനക്കാരൻ എഴുതിയ 38 സങ്കീർത്തനത്തിൻ്റെ 6, 7, 8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 38 സങ്കീർത്തനം 6, 7, 8 വാക്യം. ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു, ഞാൻ ഇടവിടാതെ ദുഃഖിച്ച് നടക്കുന്നു. ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു, ഞാൻ ഇടവിടാതെ ദുഃഖിച്ച് നടക്കുന്നു. എൻ്റെ അറയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ദേഹത്തിൽ സൗഖ്യം ഇല്ല. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലർന്നു. ഒരു ദൈവഭക്തൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വന്ന് മനം തുറന്ന്, ഒരു മകൻ തൻ്റെ അപ്പനോട് പറയുന്നത് പോലെ മനം തുറന്ന് ദൈവത്തോട് പറയാണ്, ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു. ഈ പ്രാർത്ഥന നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വെടിപ്പിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരാന്ന് എനിക്ക് മാക്സിമം നിറയെ പേരെ അറിയത്തില്ല. ഒരു ചിലർ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. നിങ്ങൾ എവിടുത്തുകാരാണ്, എങ്ങനെയുള്ളവരാണ് എനിക്കൊന്നും അറിയത്തില്ല. ഒരു പ്രതിഫലനം ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും എൻ്റെ ദൈവം എൻ്റെ കയ്യിൽ കൊടുത്ത ഒരു നല്ല ശുശ്രൂഷയാണിത്. ഒരു മഹിമയുള്ള, ഒരു മഹത്വമുള്ളൊരു ശുശ്രൂഷ. ഞാനിത് ചെയ്യുന്നത് എനിക്കൊത്തിരി അനുഗ്രഹമാണ്. ആയതുകൊണ്ട് ഇപ്പം ഈ വാക്യം നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു. അനേക വിഷയങ്ങളുടെ മുഖത്ത് നിങ്ങൾ കൂനി തകർന്ന് കിടക്കുക. നിവരാൻ വയ്യ. കമ്പനി ആയിരിക്കും, ജോലി ആയിരിക്കും, ഫാമിലി ആയിരിക്കും, ശുശ്രൂഷയായിരിക്കും, വിദ്യാഭ്യാസമായിരിക്കും, വിവാഹ വിഷയങ്ങളായിരിക്കും, എത്രയോ വിഷയങ്ങളിൽ കൂനിയിരിക്കുകയാണ്. അതാണ് പറയുന്നത്,
ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു. ഞാൻ ഇടവിടാതെ ദുഃഖിച്ച് നടക്കുന്നു. സന്തോഷം എന്തുവെന്ന് എനിക്ക് അറിയത്തില്ല. ഉടുക്കാൻ വസ്ത്രം കാണും, കഴിക്കാൻ ആഹാരം കാണും, കിടക്കാൻ കിടക്കാടം കാണും, എല്ലാം കാണും. പക്ഷേ ഞാൻ നടക്കുന്നത് എങ്ങനെ നടക്കുന്നത്? ഞാൻ ഇടവിടാതെ ദുഃഖിച്ച് നടക്കുന്നു. ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു. ഞാൻ ഇടവിടാതെ ദുഃഖിച്ച് നടക്കുന്നു. മക്കളെ, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? അപ്പച്ചന്മാരും അമ്മച്ചിമാരും സഹോദരന്മാരും സഹോദരികൾ, കുഞ്ഞുങ്ങൾ, ദൈവദാസമത് കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിന്നൊരു വലിയ മാറ്റം കർത്താവ് കൊണ്ടുവരാൻ പോകുകയാണ്. 7-ാമത്തെ വാക്യം, എൻ്റെ അറയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. തളർന്നു കിടക്കുക വിശ്വാസ ജീവിതത്തിൽ. ചിലപ്പോൾ നിങ്ങളുടെ ശരീരം ആരോഗ്യമായിരിക്കും, പക്ഷെ വിശ്വാസ ജീവിതത്തിൽ ഇവിടെ പറയുന്നു, എൻ്റെ അറയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. ഇനി എന്നെ കൊണ്ട് ഉപവസിക്കാൻ വയ്യ, ഇനി എന്നെ കൊണ്ട് മുട്ടനിക്കാൻ വയ്യ, പ്രാർത്ഥിക്കാൻ വയ്യ, എനിക്കധികം സമയമൊന്നും എടുത്ത് ദൈവത്തെ ആരാധിക്കാനുള്ള ശക്തി എനിക്കില്ല. ഇവിടെ പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, ഞാൻ ഇടവിടാതെ ദുഃഖിച്ച് നടക്കുന്നു, എൻ്റെ അറയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ദേഹത്തിൽ സൗഖ്യം ഇല്ല. 8-ാം വാക്യം പറയുന്നത്, ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. ഇനി എനിക്കും തകരാൻ ഒന്നുമില്ല പച്ച, അത്യന്തം തകർന്നിരിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു. ഞരക്കം നിമിത്ത ദൈവത്തിന്റെ ദൂതാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ പ്രോബ്ലം കാണത്തില്ലായിരിക്കും. ആരോ ഒരു ചിലർ എവിടോ இந்த വിഷയത്തിൽ ഇങ്ങനെ ഉള്ളവരുണ്ട്. എന്തിന് ഞാൻ ജീവിക്കണം? ആർക്ക് വേണ്ടി ജീവിക്കണം? എനിക്ക് എന്തിനാ ഇങ്ങനൊരു ജീവിതം? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്ത് കുറ്റം ചെയ്തു? കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുന്നില്ലേ? കർത്താവിന് വേണ്ടി കൊടുക്കുന്നില്ലേ? കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നില്ലേ? ഓടുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? ഞാൻ കൽപ്പന അനുസരിച്ചില്ലേ? ഞാൻ ദൈവത്തിന് സന്നദ്ധയില്ലയോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഏത് പാപം ചെയ്തു? ആര് ചെയ്ത ദോഷമായത്? എന്തിന് ഞാൻ ജീവിക്കണം എന്ന് ചോദിച്ചാൽ, ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു, ഞാൻ ഇടവിടാமல் ദുഃഖിച്ച് നടക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭവനത്തിന്റെ ഒരു ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പച്ച പിടിക്കുമോ നോക്കി കരയുന്നു. ഇനി കരയാൻ എൻ്റെ തലേ വെള്ളമില്ല, ഇനി ഉപവസിക്കാൻ എൻ്റെ കുടലിനകത്ത് ബലമില്ല, മുട്ടനിക്കാൻ എൻ്റെ മുട്ടിന് ശക്തിയില്ല. എല്ലാം താരിപ്പണമായി കിടക്കുകയാണ്. ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു, ഞാൻ ഇടവിടാതെ ദുഃഖിച്ച് നടക്കുന്നു, എൻ്റെ അറയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആരുടെ ജീവിതത്തിൽ ഇന്ന് തകർച്ചയോടെ ഇരിക്കുന്നുണ്ടോ? ഈ വായിച്ച 3 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആരുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങൾക്കിന്ന് വിടുതലാണ്. നിങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വിടുതലെ കൽപ്പിക്കാൻ പോകുകയാണ്. ഇനിയും നീ കുനിഞ്ഞു നടക്കണ്ട, ഇനി കൂനണ്ട, ഇനി ഞറങ്ങണ്ട, ഇനി കരയണ്ട, ഇനി ക്ഷീണിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. പക്ഷേ നിങ്ങളത് ഏറ്റെടുക്കണം, വിശ്വസിക്കണം. ദൈവമാണ് നിങ്ങളുടെ കഥകെ തട്ടി അതിരാവിലെ സമയത്ത് നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന് ഈ കാര്യം പറയുന്നത്. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങൾക്ക് പരിപൂർണ്ണ വിടുതൽ, പരിപൂർണ്ണ സമാധാനം, പരിപൂർണ്ണ സന്തോഷം, പരിപൂർണ്ണ ആനന്ദം എൻ്റെ ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ മുറിഞ്ഞു കിടക്കുന്ന, തകർന്നു കിടക്കുന്ന, കൂനി കിടക്കുന്ന, താമേൻ തരിപ്പണമായി കിടക്കുന്ന ജീവിതം കർത്താവ് കണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ സിറ്റുവേഷൻ ദൈവം മനസ്സിലാക്കിയിരിക്കുകയാണ്. ദൈവത്തിന് മറവായിട്ടൊന്നുമില്ല. ദൈവം കണ്ടു. നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാവി തകർന്നു കാണും, ഫാമിലി തകർന്നു കാണും, നിങ്ങളുടെ സന്തോഷം തകർന്നു കാണും, നിങ്ങളുടെ സാമ്പത്തികം നഷ്ടപ്പെട്ടു പോയി കാണും, ജോലി കൈവിട്ട് പോയി കാണും, കമ്പനി പൊളിഞ്ഞു കാണും, ശുശ്രൂഷ കൈവിട്ട് പോയി കാണും. പലവിധപ്പെട്ട ശോധനകളും പലവിധപ്പെട്ട പ്രയാസങ്ങളും നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ജീവിതം കംപ്ലീറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ തകർന്നു കിടക്കുന്ന ഒരനുഭവമായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹിച്ചവർ, നിങ്ങളുടെ കെട്ടിയ കൈപിടിച്ച് കല്യാണം വിവാഹം ചെയ്ത ഭർത്താവ്, അല്ലെ നിന്റെ ഭാര്യ, അല്ലെ നിന്റെ മാതാവ്, നിന്റെ പിതാവ്, സഹോദരങ്ങൾ, അല്ലെ നിന്റെ ബന്ധുമിത്രാദികൾ, നിന്റെ ദൈവദാസന്മാർ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ കൂടെ ഇരുന്ന ആൾക്കൾ, ആരെല്ലാമോ നിങ്ങളെ ഇങ്ങനെ കൂനിപ്പിച്ച് കാണും. ഇവിടെ പറയുന്നത് കണ്ടോ, ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു, ഞാൻ ഇടവിടാமல் ദുഃഖിച്ച് നടക്കുന്നു, എൻ്റെ അറയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു.
ഞാൻ അലറുന്നു. ദൈവത്തിന് സ്വരം. കടന്നാൽ ഉറക്കമില്ല, സന്തോഷമില്ല, സമാധാനമില്ല. ജീവിതം കംപ്ലീറ്റ് തകർന്നിരിക്കുകയാണ്, കംപ്ലീറ്റ് തരിപ്പണമായി കിടക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ആ രീതിയിൽ തകർന്നു കിടക്കുന്ന ദൈവ പൈതലെ, തകർന്നു കിടക്കുന്ന ദൈവദാസ, തകർന്നു കിടക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. കർത്താവ് ഒരു നല്ല ദൂതുമായി ഇറങ്ങി വരുന്നുണ്ട്. ഇന്നൊരു ആശ്വാസത്തിന്റെ കരം നിങ്ങൾക്ക് വെളിപ്പെടാൻ പോകുകയാണ്. ഈ ലോകം കൊടുക്കുവാൻ കഴിയാത്തൊരു സന്തോഷം, ഈ ലോകം കൊടുക്കുവാൻ കഴിയാത്തൊരു സമാധാനം, ഈ ലോകം കൊടുക്കുവാൻ കഴിയാത്തൊരു ആനന്ദം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം നയിച്ചുകൊണ്ട് വരികയാണ്. നിശ്ചയമായിട്ട് നിങ്ങൾക്ക് വിടുതലുണ്ട്. ഒന്നുകൊണ്ടും വിഷമിക്കരുത്, ഒന്നുകൊണ്ട് തകർന്നു പോകരുത്. കർത്താവ് കൂടുണ്ട്, കർത്താവ് കൂട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, MAG ഹോസ്പിറ്റൽ വൈസ് മൂലമായി ഈ അതിരാവിലെ സമയത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിന്റെ വെടിപ്പിൽ നിൽക്കുവാൻ, കരങ്ങളെ ഉയർത്തുവാൻ, കണ്ണുകളെ ഉയർത്തുവാൻ, കണ്ണുനീരോട് കർത്താവ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ആലോചന പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ രാത്രി മുഴുവനും നീ ഞങ്ങളെ കണ്ണിൻ്റെ മണി പോലെ മറച്ചു. അതേ കർത്താവ് ഇന്ന് പകൽക്കാലവും, കർത്താവെ ഇന്ന് രാത്രിയും, നാളെ ഞങ്ങൾ അതിരാവിലെ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയം വരയ്ക്കും, ഇരവും പകലും, രാത്രിയും പകലും നിന്റെ കാവലും സൂക്ഷിപ്പും നിന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കണം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഈ വാക്യത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ ആരെല്ലാം കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു അവരെ നിവർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആരെല്ലാം ഇടവിടാമ ദുഃഖിച്ച് നടക്കുന്നോ അവർക്ക് നിന്റെ സന്തോഷത്തെയും സമാധാനത്തെയും നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അറയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു പറയുന്ന പച്ച, യാരങ്ങനെ വരൾച്ചയിനാൽ നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ലെന്ന് പറഞ്ഞിരിക്കുന്നല്ലോ, യാരും സൗഖ്യമില്ലാതിരിക്കുന്നു, ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. ഏത് കുടുംബം പച്ച തകർന്നിരിക്കുന്നത്? ഏത് വ്യക്തിയാണ് തകർന്നിരിക്കുന്നത്? എൻ്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു. ദൈവമേ, കടക്കയിൽ കടന്നുകൊണ്ട് അലറുന്ന കുഞ്ഞുങ്ങൾ, ഞെരുക്കം കൊണ്ട് അലറുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ, മുറിവേറ്റ് കിടക്കുന്നവർ, കൈവിടപ്പെട്ടവർ, കർത്താവെ തള്ളിക്കളഞ്ഞവർ, വേണ്ടാന്ന് പറഞ്ഞ് ഒതുക്കിയവർ ഇതിനകത്ത് ഉണ്ടപ്പച്ച അവരോട് നീ പോന്ന് ഇടപെടണമേ. ഞാൻ മറുപടി പറയാണ്, ഇന്ന് ഈ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഇല്ല, ഒരു ചിലരിനകത്തുണ്ട്. ഈ പറഞ്ഞ 3 വാക്യത്തിനകത്ത് ഉള്ള വിഷയത്തിൽ ബാധിച്ച് കിടക്കുന്നവർ, തകർന്ന് കിടക്കുന്നവർ, പ്രാർത്ഥിക്കാൻ വയ്യ, പാടാൻ വയ്യ, സന്തോഷം പോയി, സമാധാനം പോയി, കൃപ പോയി, അഭിഷേകം പോയി, ആ പ്രാർത്ഥികൾ താല്പര്യം പോയി. എന്തോരമാ പ്രാർത്ഥിക്കുന്നത്, എത്ര കാലമാ പ്രാർത്ഥിക്കുന്നത്? തലമുറയ്ക്കൊരു വിടുതലില്ല, കുഞ്ഞുങ്ങൾക്കൊരു വിടുതലില്ല, ശരീരത്തിനൊരു വിടുതലില്ല, ഏത് വിധത്തിലും ഒരു സന്തോഷം സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇനി എങ്ങനെയാ പാസ്റ്റർ ഞാൻ ജീവിക്കുന്നത്? എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? കരയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരയാനുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വെടിപ്പിൽ നിന്ന് കരയുവാൻ ഞാനുണ്ട്. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് ഈ വെളുപ്പാങ്കാലത്ത് ഇരുട്ടോട് എനിക്ക് ഒത്തിരി തിരക്കുള്ള മനുഷ്യൻ. ഒരു ദിവസം പോലും എനിക്ക് റെസ്റ്റ് ഇല്ല. നിങ്ങൾ ഉറങ്ങുന്നത് പോലെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, നിങ്ങൾ കഴിക്കുന്നത് പോലെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നത് എനിക്ക് റെസ്റ്റ് ഇല്ല. അങ്ങനെ രാത്രിയും പകലും ഓടി അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാണ്. അതിൻ്റെ മധ്യയിലാണ് ഇരുന്ന് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഞാൻ അയച്ചു വയ്ക്കുന്നത്. അങ്ങനെങ്കിൽ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. ദൈവസ്നേഹത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയത്തില്ല. എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയത്തില്ല. എൻ്റെ ദൈവം എൻ്റെ കണ്ണുനീരിന് മറുകടക്കയില്ല. എൻ്റെ ചങ്ക് തകർന്നെങ്കിൽ, എൻ്റെ കണ്ണിലൊരു തുള്ളി കണ്ണുനീര് വന്നെങ്കിൽ നിശ്ചയം സ്വർഗത്തിൽ അപ്പച്ചനോട് ചുമ്മാ ഇരിക്കത്തില്ല. എഴുന്നേറ്റ് വന്ന് നിശ്ചയമായിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവം നിശ്ചയമേ എൻ്റെ കൂടെ ഉണ്ട്. ആ ധൈര്യം കൊണ്ടാണ് ഹൃദയം തകർന്ന്, ഹൃദയം നുറുങ്ങി ഈ പറഞ്ഞിരിക്കുന്ന ഈ 3 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ തകർന്നു കിടക്കുന്ന, കൂനിക്കിടക്കുന്ന, ബലഹീനപ്പെട്ട് കിടക്കുന്ന, എരിഞ്ഞുകൊണ്ട് കിടക്കുന്ന, സകല ബലനം നഷ്ടപ്പെട്ട് ഒരു വിധത്തിലും നിൽക്കുവാൻ നിവർത്തിയില്ലാതെ, നിക്കക്കണ്ണിയില്ലാതെ തകർന്നു കിടക്കുന്ന, ധരിപ്പണമായി കിടക്കുന്ന എന്റെ ഭവനങ്ങൾ തകർന്നു കിടക്കുന്നു, എന്റെ ശുശ്രൂഷകൾ തകർന്നു കിടക്കുന്നു, എന്റെ കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നു, എന്റെ വ്യക്തികൾ തകർന്നു കിടക്കുന്നു. എവിടെല്ലാം തകർച്ച, എവിടെല്ലാം കൂനി കിടക്കുന്ന കർത്താവേ, മുറിഞ്ഞു കിടക്കുന്ന പച്ച, എരിഞ്ഞു കിടക്കുന്ന പച്ച, എല്ലാം നഷ്ടപ്പെട്ടു പോയി. നിൽക്കുവാൻ ബലമില്ല, എഴുന്നേൽക്കുവാൻ വയ്യ, എതിർത്ത് നിൽക്കാനുള്ള ശക്തിയില്ല കർത്താവെ, പോരാടാനുള്ള ഒരു ശക്തിയുമില്ല, പ്രാർത്ഥിക്കാൻ ബലമില്ല, ഉപവസിക്കാൻ ബലമില്ല. ദൈവമേ, തകർന്ന് ധരിപ്പണമായി കിടക്കാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പച്ച, നിലയറ്റ് കിടക്കുകയാണ്.
എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. എല്ലാ വഴിയും മുട്ടിക്കിടക്കുകയാണ്, എല്ലാ വഴി അടഞ്ഞു കിടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ കർത്താവേ, തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ, തന്റെ ഭവനത്തിന് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ, കർത്താവേ, തന്റെ തലമുറകളെ അനുഗ്രഹിക്കാൻ വേണ്ടി കരയുന്ന മാതാപിതാക്കൾ, ഉപവസിക്കാൻ ബലമില്ല പച്ച, കരയാൻ തലയിൽ വെള്ളമില്ല പച്ച, പ്രാർത്ഥിച്ച് 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 തളർന്ന് കിടക്കുന്നവരെ ഒന്ന് തട്ടി എഴുന്നേൽപ്പിക്കണമേ. അവരുടെ കണ്ണുനീരിനൊന്ന് മറുപടി കൊടുക്കണമേ. കർത്താവേ, അവർക്കൊരു ആശ്വാസം കൽപ്പിക്കണമേ, അവർക്കൊരു സന്തോഷത്തെ നീ കൊടുക്കണമേ. എവിടെല്ലാം ഭാര്യ ഭർത്താക്കന്മാർ ഭിന്നിച്ച് തകർന്ന് കിടക്കുന്നു, ഏതെല്ലാം ഭവനങ്ങൾ തകർന്ന് കിടക്കുന്നു, അതിന് കാരണരായി ആരെല്ലാം കർത്താവെ ആയുധമായി നിന്നുകൊണ്ട് ഭവനങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു, അതിന്റെ മധ്യേ നിൽക്കുന്ന എല്ലാ ദുഷ്ടാത്മ ശക്തികൾ അതേ തകർത്ത് കുടുംബങ്ങളെ ഛിന്നാഭിന്നമാക്കി തലകുനിച്ച് വെച്ചിരിക്കുന്ന, തകർത്തു വെച്ചിരിക്കുന്ന, കർത്താവെ ലജ്ജിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ദുഷ്ടാത്മ ശക്തിയുടെ എല്ലാ ക്രിയകളും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തകരണം അപ്പച്ച, അത് മുറിഞ്ഞു വീഴണം അപ്പച്ച. ഓ, നിന്റെ ആശ്വാസം, നിന്റെ ഭയം, കർത്താവെ, അത്ഭുതത്തിന്റെ അതിശയത്തിന്റെ കരം നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീട്ടണമേ, വിടുതലിന്റെ കരം നീട്ടണമേ എന്ന് അപ്പച്ചന്റെ നാമത്തെ പ്രാർത്ഥിക്കുകയാണ്. ഏതെല്ലാം വിഷയത്തിൽ നമുക്ക് തകർന്നു കിടക്കുന്നു, ഏതെല്ലാം വിഷയത്തിൽ നമുക്ക് ഉടഞ്ഞു കിടക്കുന്നു, എവിടാണ് കുഞ്ഞുങ്ങൾ തരിപ്പണമായി തകർന്നു കിടക്കുന്നത്? ഓ ആമേൻ, ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു. ആര് കുനിച്ചപ്പച്ച, ആര് കുനിച്ചപ്പച്ച, ഏറ്റവും കൂനിയിരിക്കുന്നു. കാരണമാരപ്പച്ച, ഒന്ന് കണ്ടുപിടിച്ചൊരു വിടുതൽ കൊടുക്കണമേ ദൈവമേ. ഞാൻ ഇടവിടാതെ ദുഃഖിച്ച് നടക്കുന്നു, ഇനി എൻ്റെ കുഞ്ഞുങ്ങൾ ദുഃഖിക്കരുത്. വാടിയ മുഖമെല്ലാം ഒന്ന് മലരട്ടപ്പച്ച, കുനിഞ്ഞ തലയെല്ലാം നിവരട്ടപ്പച്ച. എൻ്റെ അറയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. കർത്താവേ, അങ്ങനെ കരയുന്നവർക്ക് ഇപ്പോൾ തന്നെ സൗഖ്യം, ആ വരൾച്ചയൊന്ന് മാറ്റണമേ. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുകയാണ് കർത്താവേ. തകർന്നിരിക്കുന്ന തരിപ്പണമായിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഒന്ന് ഇടപെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിലെ ഞരക്ക നിമിത്തം ഞാൻ അലറുന്നു. എവിടെ അലറിന്റെ ശബ്ദമുണ്ടോ അവിടെ ഓടിച്ചെല്ലണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വമുള്ള കരത്തിലേക്ക് എല്ലാവരെയും കൊടുത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇതിനു വേണ്ടി സമയം ഞാൻ പ്രാർത്ഥിച്ചത് കർത്താവെ, വിട്ട കണ്ണുനീര് ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവർക്കും അതതിൻ്റെ പ്രതിഫലനെ കൊടുത്ത്, സൗഖ്യം കൊടുത്ത്, ആരോഗ്യം കൊടുത്ത്, ബലം കൊടുത്ത്, ദീർഘായുസ്യം കൊടുത്ത്, സമാധാനം കൊടുത്ത് കാത്തു സൂക്ഷിക്കുന്ന നാമത്തെ പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ കേൾപ്പിക്കാൻ വൻകാര്യം ചെയ്താട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ ആരെല്ലാം ഏറ്റെടുക്കുന്നോ എനിക്കറിയത്തില്ല, വിശ്വസിക്കത്ര എനിക്കറിയത്തില്ല. ഏറ്റെടുക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക് വിടുതലാണ്. എനിക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കണം. വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച മറുപടിയും കൺവെൻഷൻ സ്റ്റേജിൽ കയറണം. പകലും വൈകിട്ടും പ്രസംഗിക്കണം. 4 ദിവസം പകലും വൈകിട്ടും ഒരു മീറ്റിങ്ങിൽ 7 മെസ്സേജ് കൊടുക്കണം. മണിക്കൂർ കണക്കിന് പ്രസംഗിക്കണം. അത്രയും പേർക്ക് പ്രാർത്ഥിക്കണം. എൻ്റെ ശരീരത്തിനുള്ള ശക്തിയില്ല, ബലനില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തുടർന്ന് കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അനേകം രക്ഷിക്കപ്പെടണം. ദേശത്തിൽ വലിയ വിടുതലുണ്ടാകണം. ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കണം. അടിനിക്കിരിക്കുന്ന എല്ലാ ബലഹീനത്തെ കർത്താവ് മാറ്റി ശക്തീകരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.